പ്രവാസ ലോകത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമാ നേട്ടം. ദുബൈയിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമായി ഒരുക്കിയ ആദ്യ മലയാള ഫീച്ചർ ഫിലിം ലവ് ഹോപ്പ് ആൻഡ് മാജിക്. രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സിജിത് പ്ലാക്കലാണ്. 2 മണിക്കൂർ 30 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുഴുവൻ ചിത്രീകരണവും നടന്നത് ഐഫോണിലാണ്. അത്യാധുനിക ക്യാമറകളോ കോടികളുടെ ബഡ്ജറ്റോ ഇല്ലാതെ സിനിമയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ദൃഢനിശ്ചയവും കൊണ്ട് പിറന്ന ഒരു സിനിമ. UAE താമസിക്കുന്ന മലയാളി കലാകാരന്മാരെ മാത്രം അണിനിരത്തിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രവാസി മലയാളികളുടെ കഴിവും സർഗാത്മകതയും ലോകത്തിനു മുന്നിൽ എത്തിക്കാനുള്ള ഒരു സമാന്തര സംരംഭം കൂടിയാണിത്. പോപ്പീസ് കിൻസുഗി എന്നീ ശ്രദ്ധേയമായ സ്വതന്ത്ര സൃഷ്ടികൾക്ക് ശേഷം സിജിത് പ്ലാക്കിൽ ഒരുക്കുന്ന ആദ്യ സമ്പൂർണ്ണ ദൈർഘ്യമുള്ള മലയാള ചിത്രം കൂടിയാണിത്. ഷാർജയിലെ അൽഷാബ് സിനിമാസിൽ സംഘടിപ്പിച്ച പ്രിവ്യൂ ഷോയിൽ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ബജറ്റ് വലുതല്ലെങ്കിലും സ്വപ്നം വലുതാക്കാം എന്ന് തെളിയിക്കുന്ന ലവ് ഹോപ്പ് ആൻഡ് മാജിക് UAEയിലെ മലയാളി സിനിമാ പ്രേമികൾക്ക് ഒരു പുതിയ പ്രതീക്ഷ കൂടിയാണ്. വന്നപ്പോ തന്നെ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞു ഒരുപാട് പോരായ്മകളും പരിമിതികളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ എടുത്തെന്നുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമയെ നമ്മൾ വെട്ടിപ്പിടിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും സിനിമ എടുക്കുമ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമ എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ബിസിനസ് എന്നുള്ളൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. എത്ര നമ്മള് എന്താ പറയാ, എനിക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ കല അങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് ആണ്. പക്ഷെ ഈ സിനിമയ്ക്ക് പ്രത്യേകത ഇത് പ്യോർലി പാഷനാണ്. ഇതിനകത്ത് ആർക്കും ഒരു വേറൊരു അജണ്ട ഒന്നുമില്ല. കാരണം പ്യോർലി പാഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അങ്ങനെ കണക്കാക്കാൻ പാടില്ല, വിട്ടുകൊടുത്തേക്കാം. അവരുടെ പാഷനാണ്. കാരണം ഒരു സ്ക്രീനിനകത്ത് നമ്മുടെ പേര് വരിക അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കാണാന്നുള്ളത് അതൊരു പ്രത്യേക ഫീലിംഗ്. അപ്പൊ ആ ഫീലിംഗ് അതിനത്രയും അത് മേലെ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഈ സിനിമ എടുക്കാൻ കാരണം ഇത് ഉണ്ടായത്. അപ്പൊ അതിനെക്കൊണ്ട് ഇതിനെ നമ്മൾ പോരായ്മകളോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്നും നമുക്ക് വേണ്ട. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം വെച്ചിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അത്രയും പറയാം. ആശംസകൾ. കുറേ പേരുടെ ഒരു 2-2.5 വർഷത്തെ സ്വപ്നമായിരുന്നു. പാഷൻ ഉണ്ടെങ്കിൽ നമുക്കധികം ഒരുപാട് ടൂൾസ്, അതായത് ഒരുപാട് എക്യുപ്മെൻറ്റ്സിൻ്റെയും വലിയ വലിയ ക്യാമറേൻ്റെയും ഒന്നും ആവശ്യം. ചെറിയൊരു ഗിംബലും ഒരു iPhone 13 Pro Max ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചെറിയ ലൈറ്റുകളും. അപ്പോൾ അങ്ങനെ 2.5 മണിക്കൂർ പടം കണ്ടിട്ട് ഇനി ബാക്കി കണ്ടവരാണ് പറയേണ്ടത്. പ്യുവർ പാഷനാണ് പുള്ളിൻ്റെ, പ്യുവർ പാഷൻ. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റിഫായിട്ടുണ്ടാവും പുള്ളിയുടെ കൈയൊക്കെ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു. നമ്മുടെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഞാനും സജിത്തിൻ്റെയും രഘുവിൻ്റെയും കൂടി ഉണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്? എങ്ങനെയുണ്ട്? നല്ലൊരു ഫിലിമാണ്. അതും ഈ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ വെച്ചിട്ട് ഇത്രയും ലെങ്തിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടാണ്. ഹാർട്സ് ഓഫ് എൻ്റർ ടീം. ചെറിയൊരു മൊബൈൽ ഫോൺ വെച്ച് ഇങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ വന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഫിലിമിൻ്റെ തീമും ഒത്തിരി ഒരു പെക്യുലറായിട്ട് തോന്നി. ഒത്തിരി ഇഷ്ടമായി എനിക്ക് മൂവി. പുതിയൊരു കഥ, വെറൈറ്റി കഥ, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കഥ മാരി ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് റിസോഴ്സസ് എല്ലാം വെച്ചിട്ട് മാരി ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അത് മൊബൈലിൽ എടുത്താണ് പറഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ്. വെരി ഗുഡ്. എല്ലാ ഷോട്ടുകളും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞാൽ അതിനകത്ത് പറയാത്തൊരു കണ്ടന്റ് ഉണ്ട്. പല ആൾക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ചെറിയ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ആക്ട് ചെയ്തു. അടിപൊളിയായിട്ട് ഒരു ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. വളരെ നന്നായിട്ടുണ്ട് എന്നുവെച്ചാൽ മറ്റുള്ള മൂവിയേക്കാളും വളരെ വ്യത്യാസമുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തം പടം കണ്ടിട്ട് എന്താണ് അതിനകത്ത് ഫീൽ ചെയ്ത്? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ 3 വർഷം മുമ്പാണ് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇതൊക്കെ തുടങ്ങിയത്. പക്ഷേ ആഫ്റ്റർ 3 years ഇപ്പോൾ ഫൈനലി നമ്മുടെ ഹാർഡ് വർക്ക് ഇവിടെ വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിന് ഐ എം റിയലി ഹാപ്പി. ആൻഡ് ദാറ്റ് ടു എൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. സോ
ഇറ്റ് ഇസ് റിയലി എ വെരി മെമ്മറബിൾ മൊമെൻറ്റ് ഫോർ മീ. സോ താങ്ക് യു. പക്ഷേ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന് ആ 15 മിനിറ്റിൽ ഞാൻ ലേറ്റായിട്ട് വന്നെങ്കിലും എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇന്നാവാൻ പറ്റി. എനിക്ക് ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ഇവരോട് പറയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. UAE മൊത്തം അതിൻ്റെ സീനുകൾ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ നല്ല രസമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ആരും പറയില്ല അതൊരു ഫോണിലെടുത്ത മൂവിയാണെന്ന് പറയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻറ്റയർ ടീം. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി ഐഫോണിലെടുത്താൽ നമുക്ക് ഫീൽ ചെയ്തേ ഇല്ല. ഇത് നന്നായിരുന്നു. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം.